بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك يا رب لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما تنفعنا به يا رب العالمين. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. وبعد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും ക്ലിയർ ആയിട്ട്? കേൾക്കുന്നുണ്ടോ? ഓക്കെ, അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യം വഹ്യിന്റെ ഇനങ്ങളെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞുതരാന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറങ്ങിയത് ഹൃദയത്തിലാണ് എന്നുള്ളൊരു രീതിയിൽ. അപ്പം വഹ്യിന്റെ ഇനങ്ങളെ കുറിച്ചിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒറ്റ മിനിറ്റ് കേട്ടോ. ചെറിയൊരു നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. ഒറ്റ മിനിറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചത് നമുക്കറിയാം. ഖുർആൻ എന്ന് പറയുന്നത് എന്താണ്? അള്ളാന്റെ കലാമാണ്. അപ്പം അത് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ മൈക്ക് മ്യൂട്ട് ആക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയത് എങ്ങനെയാണ്? വഹ്യി മുഖേനയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞ മലക്ക് മുഖേനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യി ലഭിച്ചതെന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി വഹ്യി ഖുർആൻ മാത്രമല്ല വഹ്യി വഴി ലഭിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റനേകം വഹ്യികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമുക്കറിയുന്ന ഒരു ഹദീസാണ് അല്ലെ. നിശ്ചയം എനിക്ക് കിതാബും അതായത് ഖുർആനും അതിന്റെ കൂടെ അതുപോലെ ഉള്ളതും അവതരിക്കപ്പെട്ടു എന്നുള്ളൊരു ഹദീസ് സഹിയാണ്. ഷെയ്ഖ് അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഹദീസാണത്. അപ്പൊ ഈ വഹി എന്ന് പറഞ്ഞ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സ്വകാര്യ സംഭാഷണം, അല്ലെങ്കിൽ രഹസ്യബോധനം, ഗൂഢസംസാരം, ഇങ്ങനെ ഒരുപാട് ഭാഷയിലുണ്ട്, അർത്ഥമുണ്ട് അതിന്. ഓക്കെ, നബിമാർക്ക് അള്ളാഹു തആല നൽകുന്ന സന്ദേശത്തിനെയാണ് ഇവിടെ നമ്മൾ സാധാരണയായിട്ട് വഹി എന്ന് ഉദ്ദേശിച്ച് വരുന്നത്. അപ്പം ഈ വഹി ലഭിച്ച രൂപങ്ങളാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ഒന്ന് സ്വപ്നമായിട്ടാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായിട്ട് നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നു. ഈ സ്വപ്നങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് പ്രഭാതം പോലെ പൊട്ടി വിടരുന്ന ഒരു സത്യമായിട്ട് മാറും. അത്രയും ഒരു കണ്ട സ്വപ്നം അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവപ്പെടാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു ഹദീസാണ്. എന്താണ്? അന ആയിഷത്തു ഉമ്മുൽ മുഅ്മിനീൻ, ആയിഷ പറയുന്നുണ്ട്, അന്നഹ ഖാലത്ത് അവ്വലു മാ ബുദിയ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണ് ആദ്യമായിട്ട് വഹീന് തുടക്കം കുറിച്ചത് എങ്ങനെയാണ്? എങ്ങനെയുള്ള റുഇയാണ്? മിനൽ വഹി റുഇയ സ്വാലിഹത്തു ഫിന്നൗം. അതായത് സത്യസന്ധമായ സ്വപ്നത്തിലൂടെ എല്ലാം ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീന്റെ തുടക്കം കുറിച്ചത്. എന്നിട്ട് പറയുന്നുണ്ട് എന്താണ്? ഫകാന ലാ യറ റുഇയ ഇല്ല ജാഅത് മിസ്ല ഫലഖി സുബ്ഹ് എന്ന് പറയുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്ന സ്വപ്നം അത് പ്രഭാതം പോലെ പൊട്ടി വിടരുന്നത് പോലെ അല്ലാണ്ട് ഒരു സ്വപ്നവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാറില്ലായിരുന്നു. അതായത് സത്യസന്ധമായ രൂപത്തിലുള്ള സ്വപ്നമാണ്. ആ സ്വപ്നം പിറ്റേന്ന് അതുപോലെ പുലരുന്നതും കാണാറുണ്ട് എന്നാണ് പറയുന്നത്.
പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീന്റെ പല ഇനങ്ങളും പിന്നീട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പം ഒരു വഹി പറയുകയാണെങ്കിൽ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നം കാണും, സഹാബികളെല്ലാം ഒന്നിച്ച് മസ്ജിദുൽ ഹറമിൽ പോയിട്ട് പ്രവേശിക്കുന്നതും, എന്നിട്ട് അവിടെ പിന്നെ ഹജ്ജ് ഉംറ എല്ലാം നിർവഹിക്കുന്നത് പോലെ എന്താണ് മുടി കളഞ്ഞിട്ടും സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു അന്തരീക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു രീതിയിൽ മസ്ജിദുൽ ഹറമിൽ പ്രവേശിക്കുന്നത് സ്വപ്നം കാണും. ഒരു ഉംറ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്വപ്നമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത്. ഈ സ്വപ്നം കാണുന്ന സന്ദർഭം എങ്ങനെയാണ്? മക്കയിലെ മുശ്രിക്കുകൾ ശത്രുത കഠിനമായ ഒരു സന്ദർഭത്തിലാണ്. അപ്പൊ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു രീതിയാണ് അവിടെ സമാധാനപരമായിട്ട് ഒരു ഉംറ ചെയ്യൽ എന്നുള്ളത്. അപ്പൊ ഈ സ്വപ്നം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറ ചെയ്യാനായിട്ട് പുറപ്പെടും. 1400 പരം സഹാബകളോട് ഒന്നിച്ചിട്ട് പുറപ്പെടും. പക്ഷെ അവരെ വഴിയിൽ വെച്ച് ഈ ശത്രുക്കൾ തടഞ്ഞിട്ട് എന്താവും? അവരെ തിരിച്ചാക്കുന്നതാണ്. പക്ഷെ അത് ഹുദൈബിയ സന്ധി അവിടെയാണ് സംഭവിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വർഷം ഉംറ ചെയ്യാൻ മടങ്ങി വന്നെങ്കിലും പിറ്റേ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനത്തോടെ നിരായുധരായിട്ട് അവർക്ക് ഉംറ നിർവഹിക്കാൻ കഴിഞ്ഞു. അതായത് ആ ഒരു സ്വപ്നം സഫലായി അല്ലെ. ലഖദ് സദഖല്ലാഹു റസൂലഹു റുയ ബിൽ ഹഖ് ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീന മുഹല്ലിഖീന റൂസകും വമുഖസ്സിരീന ലാ തഖാഫൂൻ ഫഅലിമ മാ ലം തഅലമു ഫജഅല മിൻ ദൂനി ദാലിക ഫത്ഹൻ ഖരീബ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കണ്ട സ്വപ്നം സാക്ഷാത്കരിച്ചു എന്ന് അള്ളാഹു തആല ഈ ആയത്തിൽ പറയുന്നത്. അതായത് അവര് മുണ്ടനം ചെയ്തിട്ടും മുടിവെട്ടിയവരും എല്ലാം ആയിട്ട് ഭയപ്പെടാണ്ട് ആ ഒരു ദേവാലയത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞ ഒരു സ്വപ്നം, അതായത് മസ്ജിദുൽ ഹറമാണ് ഉദ്ദേശിക്കുന്നത്. അത് ആ ഒരു സ്വപ്നം പൂർത്തിയതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെയാണ് അപ്പം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വപ്നങ്ങൾ വഴി ഉള്ള വഹി ഉണ്ടായിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ മലക്കിട്ട് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് അത്. ചില സമയം ഇപ്പൊ ഒരു വാക്കോ സംസാരമോ ഒന്നും ഇല്ലാണ്ട് നബിക്ക് ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുന്ന സന്ദേശങ്ങൾ, ഇതും വഹിയിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് ഒരു ഹദീസ്, എന്താണ് പിന്നെ അബു ഉമാമ അൽ ബഹിലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഹദീസാണ്, നിവേദനം ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റൂഹുൽ ഖുദുസ് ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ ഹൃദയത്തിൽ ഇട്ട് തന്നാണ് പറയുന്നത് കേട്ടാ. എന്താണ് പറയുന്നത്? ഒരാത്മാവും തനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഉപജീവനം തേടിപ്പിടിക്കാതെ മരിക്കുകയില്ല. അതായത് നമ്മളെ റിസ്ക് കംപ്ലീറ്റ് ആക്കാണ് നമ്മൾ ഒരിക്കലും ഒരു ഗ്ലാസ് വെള്ളം പോലും നമ്മൾ ബാക്കി വെക്കൂല, അത് കുടിച്ചിട്ടേ നമ്മൾ മരിക്കും. എന്നിട്ട് നബി പറയുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഉപജീവനം അന്വേഷിക്കുന്നതിന് മാന്യമായ രൂപത്തിലാക്കുക. അതായത് നമ്മുടെ റിസ്ക് നമ്മൾ തേടാം, എങ്ങനെ? മാന്യമായ രൂപത്തിലായിരിക്കണം. നിങ്ങൾ ആരും അനുസരണക്കേടുകളിലൂടെ അവന്റെ ഉപജീവനം നേടാൻ നിർബന്ധിതരാകരുത്. അതായത് നിങ്ങൾ ആരും ഹറാമായ രീതിയിൽ ഒരു റിസ്ക്കും നിങ്ങൾ തേടാൻ പാടില്ല. എന്താണ് എങ്ങനെയാണ് നമുക്ക് റിസ്ക് കിട്ടുക? തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കലുള്ളത് അവനെ അനുസരിക്കുന്നതിലൂടെ അല്ലാണ്ട് നേടാനാവൂല. ഈ ഒരു ഹദീസ് ഈ ഒരു രീതിയിൽ വന്നൊരു ഹദീസാണ്. മൂന്നാമതായിട്ടൊരു രൂപമാണ്, എങ്ങനെയാണ്? മനുഷ്യന്റെ രൂപത്തിൽ മലക്ക് വന്നിട്ട് നൽകുന്ന സന്ദേശം. ഈ ഒരു ഹദീസ് നമുക്ക് പ്രസിദ്ധ ഒരു ഹദീസ് ജിബ്രീൽ എന്ന് പറഞ്ഞ ഹദീസ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് ജിബ്രീൽ അലൈഹി സ്വലാം വന്നത്? ഒരു മനുഷ്യന്റെ ഒരു ഉമർ നിവേദനം ചെയ്ത ഹദീസാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഒരു വെള്ള വസ്ത്രം ധരിച്ചിട്ട് ഒരാൾ പ്രത്യക്ഷപ്പെടുത്ത കറുത്ത മുടിയുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ഞങ്ങൾ ആരും മുമ്പ് കണ്ട പരിചയമൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ദീർഘയാത്ര കഴിഞ്ഞു വന്നൊരു ലക്ഷണമൊന്നും, കാരണം ആ നാട്ടിലല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തായിരിക്കും, പക്ഷെ അങ്ങനെ ഒരു ലക്ഷണം അദ്ദേഹത്തിലില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടിനോട് ചേർത്തിട്ട് തന്റെ കാൽമുട്ട് ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം ഇരുന്ന്, ഓക്കെ, എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടയിൽ കൈവച്ചിട്ട് ചോദിക്കുന്നതാണ്, അല്ലയോ മുഹമ്മദ്, എന്താണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇസ്ലാം എന്നാൽ എന്താണ്? അള്ളാഹു അല്ലാണ്ട് ആരാധനയില്ല എന്നും മുഹമ്മദ് അവന്റെ റസൂൽ ആണെന്നും നീ സാക്ഷ്യപ്പെടുത്തലും, നിസ്കാരം നിലനിർത്തല്, ജക്കാത്ത് കൊടുക്കല്, റമദാൻ മാസത്തിലെ നോമ്പെടുക്കല്, കഴിയുമെങ്കിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മം ചെയ്യല്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, താങ്കൾ സത്യം പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ചോദിക്കും, എന്താണ്? അപ്പൊ അദ്ദേഹം ആ സത്യം പറഞ്ഞത് പറഞ്ഞല്ലോ ആ ഒരു മനുഷ്യന്, അത് കണ്ടേരം ഞങ്ങൾക്ക് അത്ഭുതമായി. മർവാന പറയുന്നത്, ഞങ്ങൾക്ക് അത് അത്ഭുതമായി. അങ്ങനെ പറഞ്ഞേരം, അങ്ങനെ ആ ഒരു വർത്താനം പറഞ്ഞേരം. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താണ് ഈമാൻ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കും, എന്താണ് ഈമാൻ? എന്നാലും അവന്റെ മലക്കുകളിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളില്, അവന്റെ പ്രവാചകന്മാരില്, ഖിയാമത്ത് നാളില്, പിന്നെ ഖദറില്, നന്മയില് തിന്മയില് എല്ലാം വിശ്വസിക്കലാണ് ഈമാൻ എന്ന് പറയും. അപ്പോ അദ്ദേഹം പറയും, നീ സത്യം പറഞ്ഞു എന്ന് പറയും. എന്താണ് ഇഹ്സാൻ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അള്ളാനെ കാണുന്നത് പോലെ നീ അവനെ ആരാധിക്കുക. ഇനി നിനക്ക് അള്ളാനെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ആരാധന. അന്നേരം അദ്ദേഹം ചോദിക്കും, എന്താണ് ഖിയാമത്ത് നാളിനെ കുറിച്ചിട്ട് പറയാന്ന് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയും, ചോദിക്കപ്പെട്ടവൻ ചോദിച്ചവനേക്കാൾ ഈ ഒരു കാര്യത്തിൽ അറിവുള്ളവനല്ല. അതായത് ഈ ചോദിച്ച ആളാൻ കാട്ടി എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് പറയും.
അപ്പൊ അദ്ദേഹം പറയും എന്നാൽ അതിന്റെ അടയാളം പറ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അടിമ സ്ത്രീ തന്റെ യജമാനത്തിയെ പ്രസവിക്കലാകുന്നു, നഗ്നപാതകരും ആട്ടിടിയന്മാരും പാവപ്പെട്ടവരും കെട്ടിടങ്ങളിൽ പരസ്പരം മത്സരിക്കുക, ഇതെല്ലാം അടിയന്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്നെല്ലാം പറയും. കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ സമയം നിന്നിട്ട് പിന്നെ കാണുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ കാണുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും ഉമറെ അതാരാണെന്ന് നിനക്കറിയാമോ? അപ്പൊ ഉമർ പറയും അള്ളാഹുവിന്റെ റസൂലിനാണ് അറിയാന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളെ മതം പഠിപ്പിച്ചു തരാന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നാണ്. അപ്പൊ ഈ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പിന്നെ വരുത്തുണ്ട്. അതായത് ദഹിയത്തുൽ കൽബി എന്ന് പറഞ്ഞ ദഹിയത്തുൽ കൽബി എന്ന് പറഞ്ഞൊരു പിന്നെ സഹാബിനാണ്. ഭയങ്കര സുന്ദരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രൂപത്തിലാണ് വന്നതെന്നാണ് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റുക. നാലാമത്തെ ഒരു ഹദീസാണ്, നാലാമത് വരുന്നൊരു വഹിയാണ് മണിനാദത്തിന് സമാനമായിട്ട്. അത് ആയിഷ റളിയല്ലാഹു പറഞ്ഞൊരു ഹദീസാണ്. എന്താണ് അത് ആയിഷ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നതാണ്. എന്താണ് ഹാരിസ് ഇബ്നു ഹിഷാം സോറി ആയിഷ റളിയല്ലാഹു നിവേദനം ചെയ്ത ഹാരിസ് ഇബ്നു ഹിഷാം റളിയല്ലാഹു നബിനോട് ചോദിക്കുന്നതാണ്. എന്താണ് അള്ളാഹിന്റെ പ്രവാചകരെ എങ്ങനെയാണ് താങ്കൾക്ക് വഹി വരുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ചിലപ്പോൾ അതൊരു മണിനാദം പോലെയായിരിക്കും. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരം. ആ ഒരു സന്ദർഭത്തിൽ എന്നിൽ നിന്ന് വിയർപ്പുകൾ പൊടിയും. ഞാൻ അപ്പോഴേക്കും മലക്ക് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ മലക്ക് മനുഷ്യരൂപത്തിൽ വരികയും എന്നോട് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ കാര്യം ഹൃദ്യസ്ഥമാക്കും. അപ്പൊ ആയിഷ തന്നെ പറയുന്നതാണ്, ഇതാണ് അതിശക്തമായ തണുപ്പുള്ള ദിവസം വഹി ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിയർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രവാചകന്റെ നെറ്റിത്തടങ്ങളിലും വിയർപ്പ് കാണാമായിരുന്നത്. അപ്പൊ ഈ ഒരു ഭാരം എന്താണ്, ഒരു മണിയടിക്കുന്ന ഒരു ശബ്ദം, ഇതെങ്ങനെയാ ഉണ്ടാവുക? നബി സല്ലല്ലാഹു നമുക്കിതൊന്നും കൂടുതൽ ഇതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് ചോദിക്കാനോ നമുക്ക് അതിനെപ്പറ്റി അറിയുന്ന ഒരു കാര്യമല്ല അല്ലെ. ഇതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇത് ഒരു നമുക്ക് അധികം ചിന്തിച്ച് അതിനെപ്പറ്റി സംശയങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളൊന്നും അല്ല ഇത്. നമുക്ക് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് നമ്മൾ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അമാനി തഫ്സീറിന്റെ ആമുഖത്തുള്ള പേജിലെല്ലാം ഈ ഒരു കാര്യങ്ങൾ ഉണ്ട് കേട്ടാ. അഞ്ചാമത്തത് പറയുന്നതാണ് മലക്ക് നേരിട്ട് വരുന്ന ഒരു രൂപമാണ്. അതായത് നേരിട്ടിട്ട് അതിന്റെ ശരിയായ രൂപത്തിൽ നൽകുന്ന ഒരു സന്ദേശമാണ്. അതായത് ഇത് ജാബിർ ഇബ്നു അബ്ദുള്ളയിൽ നിന്നും നിവേദനം ചെയ്തതാണ്. അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നിലച്ചതിനെ പറ്റി സംസാരിക്കവേ ഇപ്രകാരം പറഞ്ഞു. ഇത് വഹിന്റെ ഒരു ഇടവേള ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ ഇഖ്റ ബിസ്മി വന്നതിന് ശേഷം ഒരു ഇടവേള. ഈ ഇഖ്റ ബിസ്മി അറിയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ഹദീസ് എന്താണ് കാര്യമുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ജിബ്രീൽ അലൈഹി സ്വലാം ശക്തമായിട്ട് കൂട്ടിപ്പിടിക്കുന്നുണ്ട് ചിറകുകളോട്. അത് എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു സ്വപ്നം കാണുന്നുണ്ടല്ലോ, പ്രവാചകത്വത്തിന്റെ തൊട്ട് മുമ്പായിട്ട് 6 മാസത്തോളം അടുപ്പിച്ചിട്ട് ഈ സ്വപ്നം കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ട് 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ സ്വപ്നം കാണുന്നത്, പിറ്റേന്ന് പുലരുന്നു. അപ്പൊ നമുക്ക് ഏതാണ് യഥാർത്ഥം ഏതാണ് സ്വപ്നം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ മനുഷ്യന്റെ മനസ്സ് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ജിബ്രീൽ അലൈഹി സ്വലാം ഫസ്റ്റ് കണ്ട രംഗം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്ന് ഞാൻ സ്വപ്നം കണ്ടതാണോ എന്ന് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഫിസിക്കലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതാണ് പണ്ഡിതന്മാരിൽ പലരും അഭിപ്രായപ്പെട്ടത്. ഇവിടെ ആ ഒരു ഇടവേള ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു വഹി നിലച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പറയുന്നുണ്ട്, എന്നാണ് നബി പറയുന്നതാണ്, ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആകാശത്ത് നിന്നും ഒരു ശബ്ദം കേൾക്കാനിടയായി. അപ്പോൾ ഞാൻ എന്റെ ദൃഷ്ടി ഉയർത്തി, അതായത് ഒരു ഒച്ച കേട്ട് ഞാൻ മുകളിലേക്ക് നോക്കി. അപ്പോഴതാ ഹിറായിൽ എന്റെ അടുത്ത് വന്ന മലക്ക് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ഒരു പീഠത്തിൽ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ പേടിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ പുതപ്പിക്കൂ, നിങ്ങൾ എന്നെ പുതപ്പിക്കൂ. അപ്പോൾ അള്ളാഹു ഈ സൂക്തങ്ങൾ അവതരിപ്പിച്ചു. ഹേ പുതച്ചു മൂടിയവനെ, എഴുന്നേറ്റ് ജനങ്ങളെ താക്കീത് ചെയ്യുക. ആ ഒരു ആയത്തുണ്ടല്ലോ, ആ സൂറ മുദ്ദസ്സിറിലെ ആയത്ത് 1 to 5 അതാണ് അവതരിച്ചത്. അപ്പം ഈ ഒരു രീതിയിൽ. പിന്നെ ആറാമത്തത് അള്ളാഹു താല നേരിട്ട് നൽകുന്ന സന്ദേശവും അതുപോലെ തന്നെ അള്ളാഹ് നബിനോട് സംസാരിച്ചിട്ട് നൽകുന്ന സന്ദേശം. അത് അള്ളാഹ് നേരിട്ട് നൽകുന്നതാണ്. ഇത് സംഭവിച്ചതപ്പോഴാണ് മെഹരാജ് യാത്രയിൽ വെച്ച് ലഭിച്ചിട്ടുള്ള ഒരു സന്ദേശങ്ങളാണ് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്. അതായത് മെഹറാജിന്റെ സന്ദർഭത്തിൽ അള്ളാഹു താല എന്താണ് ഈ ഒരു ഉമ്മത്തിന് നിർബന്ധാക്കിയിട്ടുള്ള 50 നേരത്തെ നിസ്കാരം ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ദീർഘമായിട്ട് ഒരു ഹദീസാണ്. ആ ഒരു ഹദീസിൽ പറയുന്നതാണ് എന്താണ്, അങ്ങനെ അള്ളാഹു താല എനിക്ക് വഹി നൽകുകയും രാത്രിയും പകലും 50 നമസ്കാരം അവൻ എനിക്ക് നിർബന്ധമാക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ മൂസായുടെ അടുത്തേക്ക് ചെന്നു. അതായത് ഇങ്ങനെ ആകാശത്തിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഓരോ പ്രവാചകന്മാരെ മുകളിലിപ്പം കണ്ടിട്ടില്ലേ, അതുപോലെ താഴോട്ടേക്ക് വരും. മൂസ അലൈഹി സ്വലാമിന്റെ അടുത്തെത്തി. അപ്പം പറയും, മൂസ അലൈഹി സ്വലാം ചോദിക്കും, എന്താണ് നിങ്ങളെ റബ്ബ് നിങ്ങളെ ഉമ്മത്തിനോട് നിർബന്ധാക്കിയത്? അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ് 50 നേരത്തെ നമസ്കാരം. അപ്പൊ മൂസ അലൈഹി സ്വലാം പറയും, നിങ്ങളുടെ രക്ഷിതാവ് മടങ്ങിപ്പോയിക്കോ, അതായത് കുറക്കാൻ അപേക്ഷിച്ചോ, കാരണം നിങ്ങളുടെ സമുദായത്തിന് ഈ ഒരു ഭാരം താങ്ങാൻ പറ്റൂല. ഞാൻ ഇസ്രായേൽ സന്തതികളെ പരീക്ഷിക്കുകയും ഞാൻ അവരോട് പറയുകയും ചെയ്തതുപോലെ, അതായത് ഈ ഒരു ഭാരം താങ്ങാൻ ഇസ്രായേലർക്കും കഴിഞ്ഞിട്ടില്ല.
അതുകൊണ്ട് എന്താകും, അത് കേട്ടവൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങി പോകുന്നുണ്ട് അല്ലെ, കുറെ പ്രാവശ്യം മടങ്ങി പോകുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ നിസ്കാരം 5 നേരത്തേക്കാക്കിയിട്ട് കുറച്ച് തന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു 6, 7 രീതിയിലുള്ള വഹിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്. ഓക്കെ, ഞാൻ പറഞ്ഞേ ഉള്ളൂ അതിന്റെ ഇടയിൽ. ഇനി നമുക്ക് നമ്മളെ സിഫാത്തിന്റെ ക്ലാസ്സിലേക്ക് കയറാം. ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം അല്ലെ, നമ്മൾ സിഫാത്തുകളെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു സിഫ നമ്മൾ മനസ്സിലാക്കി എന്താണ്, എയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിഫയാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വിപരീത ഗുണമുള്ള പിന്നെ സിഫാത്തിൽപ്പെട്ട രണ്ടാമത്തെ സിഫ, ശബ്ദത്തിന്റെ ഒഴുക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് കിടക്കുന്നത് കേട്ടാ. കാറ്റുമായിട്ട് ബന്ധപ്പെട്ടത്, അതും ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമ്മൾ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇത് ശബ്ദത്തിന്റെ ഒഴുക്കുമായിട്ട് ബന്ധപ്പെട്ട സിഫകളാണ്. ഇതിന്റെ പേരുകള് നമ്മളിപ്പം പിന്നെ ഇവിടെ കാണുന്നുണ്ട്. ഒന്ന് റൊഹാവ, രണ്ടാമത് തവസ്സുത്ത്, മൂന്നാമത്തെ ഷിദ്ദ. ഈ ഒരു കാറ്റഗറിയിൽ മാത്രമാണ് 3 സിഫകൾ വരുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് എന്താ സൗണ്ടിന്റെ ഒഴുക്ക് എന്നൊന്ന് നോക്കാം. അക്ഷരത്തിന്റെ ശബ്ദമായാലും അല്ലെങ്കിൽ അതിന്റെ കൂടെയുള്ള എയർ ആയാലും അത് മുഴുവനായിട്ടും പുറത്തേക്ക് പോകുന്നുണ്ടോ? ഓക്കെ, അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ തടയപ്പെടുന്നുണ്ടോ? അതല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണത്താൽ പിന്നെ ഭാഗികമായിട്ടാണോ ശബ്ദം പുറത്തു പോകുന്നത്? ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നിക്കൽ ശബ്ദം നന്നായിട്ട്, ശബ്ദവും അതിന്റെ കൂടെ എയറും ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, എയറും ശബ്ദവും ഒന്നിച്ച് തന്നെയാണ് ഉള്ളത്. മറ്റേ എയറുമായിട്ട് ബന്ധപ്പെട്ട സിഫ നമുക്ക് പ്രത്യക്ഷത്തിൽ സുക്കൂനിൽ നല്ലോണം കേൾക്കുന്നത് കൊണ്ട് പ്രത്യേകമായിട്ട് പഠിക്കുന്നു. ഇവിടെയും അതുപോലെയൊക്കെ തന്നെയാണ്. ശബ്ദം നന്നായിട്ട് ഒഴുകുന്നത് റഹാവ. അതേസമയം പിന്നെ നമ്മൾ നന്നായിട്ട് ഒഴുകുന്ന സിഫനെ കുറിച്ചും പഠിക്കുന്നുണ്ട്, ഭാഗികമായിട്ട് ഒഴുകുന്ന സിഫനെ കുറിച്ചും പഠിക്കുന്നുണ്ട്, തീരെ ഒഴുകാത്ത സിഫനെ കുറിച്ചിട്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ശബ്ദം തീരെ നമ്മൾ പറഞ്ഞല്ലോ ഒഴുകൂല എന്ന് പറയുന്നത്, അത് സൗണ്ട് ഒരു തടസ്സവും ഇല്ല, ശബ്ദം ഒരു തടസ്സവും ഇല്ലാണ്ട് സുഖമായിട്ട് ഒഴുകുന്നുണ്ടെങ്കിൽ അത് റഹാവയാണ്. ഓക്കെ, ഇനി സൗണ്ട് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്നില്ല, ഓക്കെ, ഒന്ന് കുറച്ച് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ സൗണ്ട് പോകുന്നില്ല, തടയപ്പെടുന്നുണ്ട്, എന്നിട്ട് വേറെ വഴിയിലൂടെ എല്ലാം പുറത്തു പോകുന്നുണ്ടെങ്കിൽ അതാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. അവസ്ഥത്തില് ഷിദ്ദയിൽ വരുന്ന എന്താണ്, സൗണ്ട് മുഴുവനായിട്ട് തടയപ്പെടുന്നതാണ് ഷിദ്ദയിൽ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഷിദ്ദനെ കുറിച്ചിട്ട് പഠിക്കാം. ഷിദ്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ഷിദ്ദയിലെ അക്ഷരങ്ങൾ നമുക്ക് പഠിച്ചു വെക്കണം. ഇങ്ങനെ അജീദ്, ഖത്ഈൻ, ബക്കത്ത്. ഹംസ ഉണ്ട്, ജീമുണ്ട്, ദാലുണ്ട്, ഖാഫ് ഉണ്ട്, ത്വാ ഉണ്ട്, ബാ ഉണ്ട്, കാ ഉണ്ട്, ത ഉണ്ട്. നമുക്ക് അങ്ങനെ പഠിക്കുമ്പോൾ ബൈഹാർട്ട് ആവൂല. നമ്മൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. അജീദ്, ഖത്ഈൻ, ബക്കത്ത്. അജീദ്, ഖത്ഈൻ, ബക്കത്ത്. ഇതാണ് ഇതിന്റെ ലെറ്റേഴ്സ്. ഇതിന്റെ അക്ഷരങ്ങൾ എന്താണ് പറയുന്നത്? ഷദീദ് എന്നാണ് ഇതിന്റെ അക്ഷരങ്ങളെ പറയുന്നത്. ഓക്കെ, തജ്വീദില് അർത്ഥം പറയുന്നത് ഷിദ്ദ എന്ന് പറഞ്ഞാൽ ശരിക്കും ശക്തി എന്നാണ് വാക്കർത്ഥം. ഓക്കെ, തജ്വീദിൽ പറയുന്നത് ശബ്ദത്തിന്റെ ഒഴുക്കിനെ തടയിൽ നിന്നാണ്. ഇനി ഈ ഒരു സിഫന്റെ പ്രത്യേകത എന്താണ്? ഇത് ഈ അക്ഷരത്തിന് നല്ല ശക്തി കൊടുക്കുന്ന ഒരു സിഫയാണ് ഈ ഷിദ്ദ എന്ന് പറയുന്നത്. നമ്മൾ ഈ 8 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സന്ദർഭത്തില് ഇവയുടെ മഖ്റജുകൾ പൂർണ്ണമായിട്ടും അടയുന്നുണ്ട്. ഓക്കെ, ഇവയുടെ മഖ്റജുകൾ പൂർണ്ണമായിട്ട് അടയുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അതിന്റെ ശബ്ദത്തിന്റെ ഒഴുക്കിനെ തടയും. അപ്പൊ എന്ത് ചെയ്യും? ശബ്ദം മഖ്റജില് ബ്ലോക്ക് ആവും. ശബ്ദം മഖ്റജില് ബ്ലോക്ക് ആവുന്നത് എന്താണ്? ആ മഖ്റജിന്റെ ശക്തി കാരണമാണ്. ആ മഖ്റജിന്റെ ശക്തി കാരണം ശബ്ദത്തിന്റെ മഖ്റജിന്റെ ശക്തി കാരണം എന്താണ്? ഈ ഒരു ശബ്ദത്തിനെ തടയുന്നുണ്ട്. അപ്പം ഇങ്ങനെ തടയപ്പെടുന്ന ശബ്ദം പുറത്തേക്ക് വരാൻ മറ്റൊരു വഴി കണ്ടെത്തും. ആ വഴികളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇനി ഇതിലുള്ള ഓരോ അക്ഷരങ്ങൾക്കും വ്യത്യസ്ത രീതികളിലാണ് അതിന്റെ ശബ്ദത്തിനത് പുറത്തേക്ക് വിടുന്നത്. നമുക്കറിയാം ഈ അജിദ്, ഖത്ഈൻ, ബക്കത്തില് പിന്നെ മജ്ഹൂറിന്റെ അക്ഷരങ്ങളും ഉണ്ട്, മഹ്മൂസന്റെ അക്ഷരങ്ങളും ഉണ്ട്. ഓക്കെ, അതില് കാഫും തായും ഇത് ജഹറിന്റെ സ്വഭാവമുള്ള അക്ഷരങ്ങളാണ് ഇത്. ഓക്കെ, ഈ മഹ്ജൂറിൽ വരുന്നത്. മഹ്മൂസയിൽ വരുന്നതോ ഹംസിന്റെ സ്വഭാവം ഉണ്ട്. നമ്മൾ എയറുമായിട്ട് നേരത്തെ ബന്ധപ്പെട്ട ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇത് ഹംസിന്റെ ക്വാളിറ്റി ഉള്ളതും ഇത് ജഹറിന്റെ ക്വാളിറ്റി ഉള്ള അക്ഷരങ്ങളാണ്. ഇനി ഈ ഷിദ്ദയിലെ അക്ഷരങ്ങളില് ഹംസക്കും ഈ മജ്ഹൂറിന്റെ സിഫ തന്നെയാണ് ഉള്ളത്. അതൊഴികെ നമ്മൾ ഈ ഖുതുബ് ജദ് അക്ഷരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. സ്വാഭാവികമായിട്ടും ഈ ഖുതുബ് ജദ് പ്ലസ് ഈ ഹംസ ഇതിനില്ലേ ശക്തി കൂടുതലാണ്. ഇതിന് അതായത് ഇവിടാന്ന് വെച്ചാൽ ശക്തി കുറഞ്ഞ ഒരു സിഫയാണ് ഇവർ ഒന്നിച്ചുള്ളത്.
ഓക്കെ, ഷിദ്ദ ഉണ്ടെങ്കിലും ഉള്ള മറ്റേ സിഫ ആരാണ്? ഹംസാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും ശക്തി ഉണ്ടാവും. ഇവരൊന്നിച്ച് നല്ല ശക്തിയുള്ള, രണ്ടും നല്ല ഒപ്പത്തിനൊപ്പം ശക്തിയുള്ള സിഫയാണ്. ഇതിൽ തന്നെ ഹംസനെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് ആദ്യം നമുക്ക് ഈ ഖുതുബ് ജദ്ദിന്റെ അക്ഷരങ്ങളെ സ്ഥിതി നോക്കാം. ഓക്കെ, ഈ ഖുതുബ് ജദ് അക്ഷരങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞ് ജഹറിന്റെ സ്വഭാവം കൂടി ഉണ്ട് എന്നുള്ളത്. ജഹർ സ്ട്രോങ് സിഫയാണ്. അപ്പം ഈ ഒരു അക്ഷരങ്ങളിൽ എന്താ സംഭവിക്കുക എന്നാൽ ഇപ്പൊ ഇവിടെ ത്വ ആണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഒന്ന് പറഞ്ഞു നോക്കുക. നമ്മൾ മഖ്റജിൽ പറയുന്ന സമയം അക്ഷരം എന്തായി? മഖ്റജിന്റെ ശക്തി കൊണ്ട് അവിടെ ബ്ലോക്കായി, സൗണ്ട് ബ്ലോക്കായി. കാരണം ഇവിടെ ഷിദ്ദും ജഹറും ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം സുക്കൂനിലാണ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാകട്ടാ. അപ്പൊ സുക്കൂനിന്റെ ആ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ മഖ്റജ് വേർപ്പെടുത്തുന്നുണ്ട്. മഖ്റജ് വേർപ്പെടുത്തുന്ന സമയം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ രണ്ട് നല്ല സ്ട്രോങ് ആയിട്ടല്ലേ നിൽക്കുന്നത്, രണ്ടും ശക്തിയുള്ള സിഫകളല്ലേ ഇവിടെ ഉള്ളത്. അവ എന്ത് ചെയ്യും? നല്ല ശക്തിയോടെ തന്നെ പുറത്തേക്ക് ചാടും. അന്നേരമാണ് കൽക്കല സംഭവിക്കുന്നത്. കൽക്കല എന്ന് പറഞ്ഞ സിഫനെ കുറിച്ച് നമ്മൾ വേറെ തന്നെ പഠിക്കും. ഓക്കെ, പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്നത് ഇവർക്ക് എന്തായാലും ഇവരെ ഈ മഖ്റജ് ബ്ലോക്ക് ആയതുകൊണ്ട് ഇവരെ സൗണ്ടിനെ പുറത്തു കൊണ്ടപ്പോണ്ട് കോഫ് കേൾക്കുന്നുണ്ടാ? കേൾക്കൂല. അപ്പൊ ഇവർക്ക് ഇവരെ സൗണ്ടിനെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു കൽക്കലന്റെ സഹായം കൂടി ഉണ്ട്. അതായത് ഈ കൊൽക്കല സുക്കൂല കൂടുതൽ പ്രകടമാവാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓക്കെ, അത് നമുക്ക് സുക്കൂൻ എങ്ങനെ ഉണ്ടാകുന്നേ നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സുക്കൂൻ എങ്ങനെ നമുക്ക് ഉണ്ടാവില്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞു നോക്കുക, അൻ അല്ലെങ്കിൽ ഇതെല്ലാം പറയുമ്പം ഇതുപോലെയാണ് സംഭവിക്കുന്നത് അല്ലെ. രണ്ട് മഖ്റജുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് കൊലീഷൻ എന്നാണ് പറയുക. അതായത് രണ്ട് മഖ്റജുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് സുക്കൂൻ സംഭവിക്കുന്നത്. എന്തിനാ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് സുക്കൂൻ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് മനസ്സിലായില്ലേ? രണ്ട് മഖ്റജുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് സുക്കൂൻ സംഭവിക്കുന്നത്. ഇനി ഹറക്ക എങ്ങനെയാണ് സംഭവിക്കുക? ഹറക്കന്റെ കാര്യം ഇതാ. ഇതിപ്പം കണ്ട ശക്തിയായിട്ടുള്ള ഒരു പേപ്പർ കീറി. അതായത് നല്ല മഖ്റജുകൾ അടുപ്പിച്ചിട്ട് നിൽക്കുന്ന സമയത്തുള്ള വേർപ്പെടൽ. അതാണ് സ്ട്രോങ് ബോണ്ടിങ്ങിൽ നിന്നും സെപ്പറേഷൻ സംഭവിക്കുമ്പോഴാണ് ഇതെന്താ ഇങ്ങനെ കാണിക്കുന്ന ഈ പേപ്പർ. ഇപ്പൊ നമ്മളിപ്പോ ഈ പേപ്പർ കീറിയ പേപ്പർ രണ്ടടുപ്പിച്ച് വെക്കുക, എന്നിട്ട് ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും എന്തെങ്കിലും ഒച്ച കേൾക്കുന്നുണ്ടാ? അതേസമയം ഒരു പേപ്പർ കീറുമ്പോൾ ഒരു ഒച്ച വേറെ തന്നെ കേൾക്കും. ഒരു വടി പൊട്ടിക്കുമ്പോൾ നമുക്ക് ഒരൊച്ച വേറെ തന്നെ കേൾക്കുന്നില്ല. അതേപോലെ ആയിരിക്കണം നമ്മളെ മഖ്റജ് നമ്മൾ വേർപ്പെടുത്തേണ്ടത്. അല്ലാണ്ട് ശക്തിയില്ലാണ്ട് വേർപ്പെടുത്തുമ്പോൾ അതിന്റെ ആ ഒരു കംപ്ലീറ്റ് സിഫ വരൂല. ഓക്കെ, നമ്മൾ അക്ഷരങ്ങൾ പറയുമ്പം നമ്മൾ വേർപ്പെടുത്തുമ്പം ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിൽ നിന്നായിരിക്കണം നമ്മളെ വേർപ്പെടുത്തൽ ഉണ്ടാകേണ്ടത്. ഇതിൽ നിന്നാണ് ഹറക്ക ഉണ്ടാകുന്നത്. ഇനിയിപ്പോ നമ്മളിപ്പം ഫതഹക്ക് വേണ്ടി നമ്മളെ വായ ഓപ്പൺ ആക്കും, അല്ലെങ്കിൽ കെസ്റിയ പറയുന്നത് നമ്മളെ ലോവർ ജോനെ താത്തും, ബൊമ്മയാണെങ്കിൽ നമ്മളെ ചുണ്ട് സർക്കിൾ ചെയ്യും. ഈ ഒരു രണ്ട് രീതിയിലാണ് നമുക്ക് അക്ഷരങ്ങളെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ കൽക്കലയിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. കൽക്കലയിൽ സംഭവിക്കുന്നത് മഖ്റജ് നമ്മളിപ്പോ പറഞ്ഞു നോക്ക്, അക്ക് എന്ന് പറയുമ്പം മഖ്റജ് വേർപ്പെടുത്തല്ലേന്ന്, അന്നേരമല്ലേ നമ്മൾ സൗണ്ട് കേട്ടത്. അപ്പൊ ഇവിടെ ആദ്യം എന്താണ് സംഭവിച്ചത്? മഖ്റജുകള് തമ്മില് അതായത് ഇപ്പൊ പൂട്ടിയ മഖ്റജുകള് വേർപ്പെട്ടവരാണ് നമ്മൾ സൗണ്ട് കേട്ടത്. അപ്പൊ ഇവിടെ മഖ്റജുകൾ സെപ്പറേഷൻ ചെയ്യുമ്പോഴാണ് സൗണ്ട് പുറത്തു വരുന്നത്. അതായത് കൊലീഷനും സെപ്പറേഷനും ഒന്നിച്ച് സംഭവിക്കുന്നു ഇവിടെ. മനസ്സിലായ? അക്ക്, അജ്. നമുക്ക് അജ് എന്ന് പറയുമ്പോൾ സൗണ്ട് വന്നിട്ടില്ല. സൗണ്ട് എപ്പോഴാ വന്നേ? നമ്മളെ മഖ്റജ് വേർപ്പെട്ടപ്പോഴാണ്. അപ്പൊ കൽക്കലയിൽ സംഭവിക്കുന്നത് മഖ്റജുകള് കൂട്ടിമുട്ടുന്നതിന്റെ ഒന്നിച്ച് തന്നെ ആ ഒരു വേർപെടലും മഖ്റജുകളിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മളിപ്പം ഈ കൽക്കലെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മളില്ലേ ഈ അക്ക് എന്നെല്ലാം പറയുന്ന സമയം നമ്മളെ ലോവർ ജോനെല്ലാം താത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ കേൾക്ക? അക്ക്, അക്ക്, ക് എന്നുള്ള സൗണ്ട് ഇല്ല. അത് ജൗഫ് എന്ന് വന്നതാണ്, അത് ഹറക്കയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഹറക്കൊക്കെ ചെയ്യുന്നത് പോലെ മൗത്ത് മൂവ്മെന്റ് ചെയ്യാണ്ട് വേണം പറയാൻ. ലോവർ ജോന്നും താഴ്ത്താണ്ട്, അതായത് നമ്മുടെ താടി അനങ്ങിക്കഴിഞ്ഞത് ചില ആള് കണ്ട ഫതഹ പോലെ തോന്നുന്നില്ലേ? അപ്പം അതെന്താ സംഭവം? നമ്മൾ ഒന്നിക്കല് അവിടെ സമയം കൂടുതൽ കൊടുക്കാൻ പാടില്ല. സമയം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഈ ഷിദ്ദ ടൈം സുക്കൂനിൽ കുറവാണ്. അതാണ് ഇപ്പൊ ഞാൻ ഈ നെക്സ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട സിഫാത്താണ് ഒരു അക്ഷരത്തിന്റെ സമയത്തിനെ തീരുമാനിക്കുന്നത്. നമുക്കറിയാം ഹറക്ക ടൈമിങ് നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ അക്ഷരത്തിനും ഹറക്ക ടൈമും ഒരേ സമയമാണ്. ഓക്കെ, ഇപ്പൊ സുക്കൂൺ ടൈമിങ്ങാ പറയുന്നത്. പിന്നെ ഇപ്പം ഷിദ്ദക്കാണെങ്കിൽ കുറച്ചേ സമയമുള്ളൂ, അതായത് വളരെ കുറഞ്ഞ സമയം. തവസത്തിനാണെങ്കിൽ മോഡറേറ്റ് ടൈം, റൊഹാവക്കാണെങ്കിൽ
കുറച്ചധികം സമയമുണ്ട് ഇതിനെല്ലാം കാട്ടി കൂടുതൽ. ഇപ്പൊ നമുക്ക് ആദ്യം ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഹറക്ക ടൈമിങ് നമ്മൾ പറയുവാണെങ്കിൽ ബ ഫത്ഹ ബ, ഖ കസ്റ ഖി, ബ ഖി, ലാം ഫത്ഹ ല, ബ ഖി ല. കണ്ട, ബ ഖി ല സെയിം ടൈമാണ് നമ്മൾ എടുത്തത്. അതുപോലെ തന്നെ മദ്ദക്ഷരത്തിനും അതേപോലെ മദ്ദിന്റെ ആ ടൈമേ ഉള്ളൂ. ജീം ഫത്ഹ ലി സുകൂൻ ജ, കണ്ട, ലാം ദമ്മ വാവ് സുകൂൻ ലു, ജലു, അതുജാദിലൂനനി, അതുജാദിലു. കണ്ട, ജലു ഒരേ ടൈമാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കോളെ, അതേസമയം ശബ്ദയിലായാലും സുക്കൂനിലായാലും ഈ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട സിഫയാണ് ഇവിടെ നോക്കാൻ നമ്മള്. ഷിദ്ദനെയും നമ്മളിപ്പോ പഠിച്ചില്ലേ, ഷിദ്ദനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി എന്താ, മഖ്റജില് നമ്മൾ ഇത് രണ്ടും നോക്കിയിട്ടില്ല, എന്നാലും നമുക്കിപ്പൊ നോക്കാം. ഷിദ്ദയില് നമ്മൾ മഖ്റജുകൾ കൂട്ടിമുട്ടി ബ്ലോക്കായി. ഇനി അവര് എന്തെങ്കിലും കാരണവശാലാണ് സൗണ്ടിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ, ഓക്കെ, ഷിദ്ദ. അതുകൊണ്ടാണ് അതിന് ടൈം കുറഞ്ഞത്. ഇനി തവസ്സുത്ത് റഖാവി നമ്മളിപ്പോ പഠിക്കും. ഇവിടെ നമ്മളിപ്പോ ടൈമിങ് നമുക്ക് നോക്കാം. നമ്മളിപ്പോ ബാന്റെ സമയം കുറവ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഈ അസ് പറഞ്ഞിടത്ത് അത്രക്ക് സമയം നമ്മൾ ഇവിടെ എടുത്തിനാ ഇല്ലാലോ. അസ് അബ് എന്ന് വെച്ചാൽ പറയാൻ കഴിയൂല. കണ്ട, അൻ, ആ ഒരു ക്ലാപ്പ് ടൈം, അൻ, അത്രയേ ഉണ്ടു. അല്ലാണ്ട് നമ്മളിപ്പം ഒന്നും നമ്മൾ പറയൂല. ഇനി ഇവിടെ നോക്കിക്കോ, സബ്ബഹ ലില്ലാഹി മാഫി സമാവാത്തി, സബ്ബ ഇത്രേ എടുത്തിട്ടുള്ളൂ. ലില്ല ഇതിനകത്ത് ടൈം അധികമില്ലേ. സബ്ബഹ ലില്ല. എന്തുകൊണ്ട്? ഈ ലാമ് തവസ്സത്തിന്റെ ലെറ്റർ ആണ് കേട്ടാ. ഓക്കെ, അതുപോലെ ന്യൂനും തവസ്സത്തിന്റെ, നമ്മൾ തവസ്സത്തിന്റെ ലെറ്റർ ഇപ്പൊ പഠിക്കും. ഇതിപ്പോ ഞാൻ ഈ സുക്കൂനിന്റെ ടൈമിംഗ് ഒക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മാഫി സമാവാത്തി, കണ്ട ഇവിടെ കണ്ട, ഇത് റഹാവിന്റെ ലെറ്റർ ആണ്. അതാണ് ഇവിടെ സമയം കൂടുതൽ എടുത്ത് ശ്രദ്ധയും മാറിപ്പോണ്ട കേട്ടോ. ഇത് ഷിദ്ദ. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി. ഷിദ്ദയിൽ നമ്മൾ സംഭവിക്കുന്നത് ഒന്നും കൂടി വേണമെങ്കിൽ നോക്കാം. ജീമ് നമ്മൾ പറയുന്നുണ്ട്. ജീമെന്നെ പറയുമ്പോൾ ശ്രദ്ധിച്ച മഖ്റജ് കുറച്ച് മുന്നോട്ടാക്കിയിട്ടാണ് ടച്ച് ചെയ്യുന്നത് കേട്ടാ, നേരെന്നെ മുകളിലല്ല. അപ്പൊ ചാവോൾ തൊച്ച വരും, ചാക്ക് എയർ പോവും, ജീമിന് എയർ പോവില്ല. ഓക്കെ, മഖ്റജിയുടെ ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ ബ്ലോക്ക് ആക്കുന്ന നല്ല ശക്തിയുള്ള രണ്ടാളാണ്, ജഹറും ഷിദ്ദയാണ്. ചാടിത്തുള്ളി പുറത്തേക്ക് പോയി, അജ്. ഓക്കെ, മഖ്റജ് നമ്മൾ പൂട്ടിയിട്ടുണ്ട്, രണ്ട് സിഫ ഒന്നിച്ച് നിന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് മഖ്റജ് എന്തായി, ചാടിത്തുള്ളിയിട്ട് അങ്ങ് പുറത്തു പോയി. അബ്, ഓ, അപ്പോ, ഓ, അക്ക്. ഓക്കെ, ഇതാണ് ഷിദ്ദ. അജീദ്, കോത്തയും, ബക്കറ്റ്സ്. നമ്മൾ ഷിദ്ദ പഠിച്ചതിനെ മനസ്സിലായില്ലേ. കൽക്കല എന്ന് പറഞ്ഞാൽ പെർമനന്റ് സിഫിയാണ്. അതെപ്പോഴും ആ അക്ഷരത്തിന്റെ കൂടെ ഇരിക്കും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? കാരണം ഷിദ്ദന്റെ അക്ഷരങ്ങളിൽ തന്നെ ജഹറിന്റെ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇത് സംഭവിച്ചത്. ഓക്കെ, ഇനി ഷിദ്ദന്റെ അക്ഷരങ്ങളിൽ തന്നെ ഹംസന്റെ ക്വാളിറ്റിയുള്ള രണ്ടാളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഹംസനെ കുറച്ച് പറഞ്ഞിട്ടില്ലാലോ. ആദ്യം നമുക്ക് ഷിദ്ദന്റെ ക്വാളിറ്റിയിൽ തന്നെ ജഹറിന്റെ, സോറി ഞാൻ ഹംസന്ന് എത്ര, ഷിദ്ദന്റെ ക്വാളിറ്റിയിൽ തന്നെ ജഹറിന്റെ ക്വാളിറ്റിയുള്ള അക്ഷരാണ് ഹംസ. അപ്പം ഹംസ എങ്ങനെയാണ്, കാരണം മറ്റോലിക്കെല്ലാം കൊൽക്കല ഉണ്ടല്ലോ, ഹംസനെ നമ്മളിപ്പോ അത് പറഞ്ഞിട്ടില്ലാലോ. ഹംസനെ നമ്മൾ ഇമാം ഹഫ്സ് തഹ്ഖീഖ് ചെയ്യും. തഹ്ഖീഖ് എന്നാൽ അതിന്റെ പ്രോപ്പർ ഹക്ക് കൊടുത്തിട്ട് നമ്മൾ പറയും. ഇ ഉ അങ്ങനെയുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പറയുക. അത് കാരണം എന്ന് വെച്ചാല് മറ്റുള്ള ഖിറാഅത്തില് ഇപ്പം ഒന്നിക്കിലും അവരിപ്പം എന്നുള്ളടത്ത് അൻതും അവിടെ തസ്ഹീൽ ചെയ്തിട്ടെല്ലാം പറയും. ഇല്ലെങ്കിൽ ഇപ്പം മുഅ്മിനൂന, ഹംസക്ക് സുക്കൂൻ കൊടുത്തിട്ട് നമ്മൾ മുഅ്മിനൂന എന്നാ നമ്മൾ പറയാ. അവര് പറയാന് മൂമിനൂന. പക്ഷെ നമ്മൾ ഇമാം ഹഫ്സ് എന്താണ് എപ്പോഴും തഹ്ഖീഖ് ചെയ്തിട്ടാണ് പറയുക. ഓക്കെ, ഇതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം, ഞങ്ങളുടെ ചിത്രം വെക്കാൻ മറന്നുപോയി. നമുക്കറിയാം ഹംസ എവിടുന്ന ഉണ്ടാകുന്നത്, വോക്കൽ കോഡിലാണ് ഹംസ ഉണ്ടാകുന്നത്. അപ്പം വോക്കൽ കോഡ് എന്ന് പറയുന്ന സംഭവം എന്താണ്, നമ്മളെ ശബ്ദം ഉണ്ടാക്കുന്നത് വോക്കൽ കോഡാണ് അല്ലെ. അപ്പം ഈ വോക്കൽ കോഡിൽ എന്താ സംഭവിക്കുക, വോക്കൽ കോഡ് കംപ്ലീറ്റ് ആയിട്ട് അടയുന്നത്. നമ്മൾ പറഞ്ഞ മഖ്റജുകൾ കംപ്ലീറ്റ് ബ്ലോക്ക് അടയുമ്പോഴാണല്ലോ ഷിദ്ദ വരുന്നത്. അപ്പൊ വോക്കൽ കോഡ് കംപ്ലീറ്റ് ആയിട്ട് അടയും. ഇനി നമ്മൾ മഖ്റജ് സെപ്പറേറ്റ് ചെയ്യുമ്പം അവിടെ, അതായത് ഈ വോക്കൽ കോഡിന്റെ ബാക്കിൽ ഇതിനെ ശക്തിയോടെ പുഷ് ചെയ്തിട്ട് വിടാൻ അവിടെ ആരും ഇല്ല.
മനസ്സിലായ? നമ്മളിപ്പം സമ എന്ന് പറയുമ്പോൾ തെറിക്കുന്ന ഒരു സൗണ്ട് ഇല്ലേ, സമ സമ. ഓക്കെ, അത് ബാക്കി ഇപ്പൊ കാരണം അത്രയും ആ ഡോർ അടക്കുന്ന സമയം തെറിച്ചിട്ട് പോകുന്ന ആ സൗണ്ട് ഇല്ലേ, അതേ നമ്മൾ കേൾക്കുന്നുള്ളൂ. സമ. ബാക്കി ഇപ്പം ബാക്കി എല്ലാ അക്ഷരത്തിനെയും നമ്മൾ നോക്കുവാണെങ്കിൽ വോക്കൽ കോഡിന്റെ ഉള്ളിൽ നിന്നാണ് അതെല്ലാം വരുന്നത്. എന്നിട്ട് അവിടെ മഖ്റജിൽ പോയിട്ട് നിന്നിട്ട് അവർ രണ്ട് ശക്തികളെ സിഫകള് ആ മഖ്റജിൽ ബ്ലോക്ക് ആയിട്ട് നിൽക്കുമ്പോഴാണല്ലോ ചാടിത്തുള്ളി പുറത്തേക്ക് പോകുന്നത്. ഇവിടെ അങ്ങനെ ഉന്തിത്തള്ളാന് ആരും ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ ഈ തെറിച്ച ഒരു ശബ്ദം മാത്രമേ കേൾക്കൂ, വേറെ ഒരു ശബ്ദവും നമുക്ക് കിട്ടൂല. ഇനി നമ്മളിപ്പോ ചില ആൾക്കാർ സമ ഉ ഉ എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ സമ ഇങ്ങനെയുള്ള ഒരു ശബ്ദം എല്ലാം കൊടുക്കുന്നതിന് അതെല്ലാം എന്താണ്, ജൗഫ് എന്ന് വരുന്നതാണ്. അതായത് നമ്മൾ മഖ്റജ് വേർപെട്ടതിന് ശേഷം വന്ന ജൗഫ് എന്ന് വന്ന സൗണ്ട്. അപ്പൊ നമുക്കൊരിക്കലും ഇമാം ഹഫ്സിന്റെ റിവായത്തിൽ ഹംസക്ക് ഈയിൽ കൂടുതൽ സൗണ്ട് കിട്ടൂല. തഹ്ഖീഖ് ചെയ്യുന്ന സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, അതാണ് ഹംസന്റെ കാര്യം. അപ്പൊ ഹംസനെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, ഹംസ സോൾവ് ചെയ്യുന്നത്, ഷിദ്ദനെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, തഹ്ഖീഖ് ചെയ്തിട്ടാണ്. ബാക്കിയുള്ള അക്ഷരങ്ങൾ ഖുതുബ് ജദ്ദ് അക്ഷരങ്ങൾ എന്താ ചെയ്യുന്നത്, അത് അൽക്കല ചെയ്തിട്ടാണ് അതിന്റെ ഷിദ്ദനെ സോൾവ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി അതിൽ തന്നെ നമ്മൾ കാഫും തായും ഉണ്ട്. കാഫും തായും എങ്ങനെയാ ഷിദ്ദനെ പരിഹരിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, അവക്ക് ഹംസിന്റെ സിഫാത്ത് ഉണ്ട്. അങ്ങനെയാണ് അവ ഷിദ്ദനെ സോൾവ് ചെയ്യുന്നത്. ഇത് നമ്മൾ കാഫിന്റെയും താന്റെയും കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിനി. കാരണം എന്താണ്, ഈ നമ്മൾ പറഞ്ഞ മഖ്റജ് ഇപ്പൊ ബ്ലോക്ക് ആക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ആര് വന്ന് നിന്ന് അവിടെ, ഹംസും കൂടി വന്ന് നിന്ന്. ഹംസിന് സ്വാഭാവികമായിട്ടും ശക്തിയില്ലാത്ത സിഫയാണ്. അതുകൊണ്ട് തന്നെ ജഹറിനെ ഷിദ്ദനെ കൊണ്ടുപോയിട്ട് തള്ളാനൊന്നുള്ള ശക്തി ഹംസിന് ഇല്ല. അതുകൊണ്ട് എന്താ, ചാടിത്തുള്ളിയിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. സാധാരണ സുക്കൂനിൽ സാധാരണ രീതിയിലാണ് വരാന്. കണ്ട, ആദ്യം ഷിദ്ദ വന്ന് ബാക്കിൽ തന്നെ ഹംസുവിന്റെ എയർ വന്ന് പ്രത്യേകിച്ച് വേറൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അധികം ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടിയില്ല. ഇനി നമ്മൾ മൂന്നാമത്തെ സിഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, റഹാവ. റഹാവ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷിദ്ദന്റെ നേരെ ഓപ്പോസിറ്റ് സിഫിയാണ് റഹാവ. റഹാവ എന്ന മീനിങ് സോഫ്റ്റ്നെസ് എന്നാണ് അർത്ഥം വരുന്നത്, മൃദുലമായത്. തജ്വീദിൽ എന്താ പറയാ, ഒരു അക്ഷരത്തിന് നമ്മൾ അതിന്റെ മഖ്റജ് എന്ന് ഉച്ചരിക്കുമ്പം പിന്നെ എന്താണ് അവിടെ ഉണ്ടാവുന്ന ശബ്ദം യാതൊരു തടസ്സവും കൂടാണ്ട് പുറത്തേക്ക് പോകുന്നത്, ഇതാണ് റഹാവ. തടസ്സം ഇല്ലാണ്ടിരിക്കാനുള്ള കാരണം ഓക്കെ, തടസ്സം ഇല്ലാണ്ടിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിന്റെ മഖ്റജ് തന്നെയാണ്. അതായത് രണ്ട് മഖ്റജുകൾക്കിടയിലും സ്പേസ് ഉണ്ട്, സൗണ്ടിന് സുഖമായിട്ട് പുറത്തു പോകാൻ പറ്റും. പിന്നെ ഇതിന്റെ അക്ഷരങ്ങൾ നമ്മൾ പറയുവാണെങ്കിൽ, പിന്നെ നമ്മളിപ്പം പറഞ്ഞില്ലേ അജിദു ഖത്തിൻ ബക്കറ്റ്, അതും ഒഴിവാക്കിയിട്ട് തവസ്സുത്തിന്റെ ലെറ്റർ ഉണ്ട്, അതും കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ ലെറ്ററും ഞാൻ ഇട്ടിട്ടില്ലേ. ഇതാ ഓക്കെ, ബാക്കിയുള്ള അക്ഷരങ്ങളാണ് റൊഹാവിന്റെ അക്ഷരങ്ങൾ. ഏതാണ്, ഇതാണ് ഫഹസ്സഹു ഷഖ്സുൻ സ, ആ സീന് വരെയുള്ളത് റൊഹാവ. ഓക്കെ, മറ്റേ ഷിദ്ദയിൽ നമ്മൾ എടുത്ത് സോറി ഹംസിന്റെ അതിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ അതിലുള്ള ഫഹസ്സഹു ഷഖ്സുൻ സ വരെ നമ്മൾ എടുത്ത്. ഇനി നമ്മൾ എടുക്കുന്നത് ബാക്കി എന്താണ്, യഗ്സു ദാ ദിദ്, യഗ്സു ദാ ദിദ്, ദിദ്, യഗ്സു ദാ ദിദ്. ഇതാണ് ഇതിന്റെ അക്ഷരങ്ങൾ. ഇത് ഇത്രയേ ഉള്ളൂ. ഈ അക്ഷരങ്ങൾ എന്താണ്, ഈ പിന്നെ സിഫക്ക് വീക്ക്നെസ് കൊടുക്കുന്നത്, അതായത് ശക്തി ഇല്ല, കുറഞ്ഞതാണ്. ഷിദ്ദ ശക്തി ഉള്ളതാണല്ലോ, അപ്പൊ ഇത് ശക്തി കുറഞ്ഞ അക്ഷരാണ്. ഓക്കെ, ഇതിന്റെ പെട്ട അക്ഷരങ്ങളാ. ഇതിന്റെ അക്ഷരങ്ങൾ ഹറൂഫുൽ റിഹ്വ എന്നാണ് പറയാ, റിഹ്വ. പിന്നെ ഓക്കെ, അതാണ് റഹാവിനെ കുറിച്ച് അത്രയേ ഉള്ളൂ. നമുക്ക് തവസ്സുത്താണ് കുറച്ച് പഠിക്കാനുള്ളത്. തവസ്സുത്തിൽ വരുന്നതെന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ എന്ത് കഴിഞ്ഞ് ഷിദ്ദയും കഴിഞ്ഞ്, അതുപോലെ തന്നെ റഹാവയും കഴിഞ്ഞ്, അതിന്റെ ഇടയിലുള്ള ഒരു സിഫിയാണ് ഈ തവസ്സുത്ത് എന്ന് പറഞ്ഞാല്. തവസ്സുത്ത് എന്ന് പറഞ്ഞാല് സൗണ്ട് ഒഴുകുന്നുണ്ട്, എന്നാലോ എന്തെങ്കിലും കാരണങ്ങളാൽ തടയപ്പെടുന്നുമുണ്ട്. ഷിദ്ദന്റെയും റഹാവന്റെയും ഇടയിലുള്ള സിഫയാണ് ഈ തവസ്സുത്ത് എന്ന് പറഞ്ഞാല്. ഇതിന്റെ അക്ഷരങ്ങൾ എന്താണ്, ലിൻ ഹുമറാണ്. ലാം നൂൻ ഐൻ മീം റോ. നമ്മൾ പഠിക്കാൻ എങ്ങനെയാണ്, ലിൻ ഹുമർ എന്ന് പഠിച്ചു വെക്കുക. ഈ 5 അക്ഷരങ്ങൾ 3 വ്യത്യസ്ത രീതിയിലാണ് തവസ്സുത്ത് ഈ 5 അക്ഷരങ്ങളിൽ സംഭവിക്കുന്നത്. ഒന്നിക്കില് എന്താണ് മഖ്റജിന്റെ പ്രത്യേകത ആവാം ഒന്നിക്കില്, അല്ലെങ്കിൽ മഖ്റജ് പകുതി അടഞ്ഞതാവാം, അല്ലെങ്കിൽ എന്താണ്
മഹ്റജ് കംപ്ലീറ്റ് അടഞ്ഞിട്ട് മറ്റൊരു വഴിയിലൂടെ സൗണ്ട് പുറത്തേക്ക് പോകുന്നതോ ആവാം. ഇങ്ങനെ എന്തെങ്കിലും കാരണത്താൽ തവസ്സുത്ത് സംഭവിക്കുന്നു. ഇനി ഇതിന്റെ മറ്റൊരു പേരാണ് എന്താണ്? ബൈനിയ്യ എന്നുള്ള ഈ സിഫന്റെ മറ്റൊരു പേരാണ് ബൈനിയ്യ. അതുകൊണ്ട് തന്നെ ഇതിന്റെ അക്ഷരങ്ങൾ എന്താണ് പറയുന്നത്? ഹുറൂഫുൽ ബൈനിയ്യ എന്നാണ് ഇതിന്റെ അക്ഷരങ്ങളെ പറയുക. ഇത് ഈ ഒരു സിഫനെ നമ്മളിപ്പോ ഷിദ്ദന എന്താ പറയുക സ്ട്രോങ് സിഫ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം റൊഹാവന ശക്തി ഇല്ലാത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് ആ ഒരു കാറ്റഗറിയിൽ വരൂല. ഇത് സ്ട്രോങ് എന്നോ വീക്ക് എന്നോ പറയാൻ പറ്റൂല. ഇതൊരു മോഡറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു സിഫയാണ്. ഇനി എന്തുകൊണ്ടാണ് ഇതിലുള്ള അക്ഷരങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ന്യൂനും മീമും മഹ്റജ് കംപ്ലീറ്റ് ബ്ലോക്ക് ആണ്, എന്നിട്ട് വേറെ വഴിയിലൂടെ പോകും. ആയിനിന്റെ പ്രത്യേകത മഹ്റജിന്റെ പ്രത്യേകതയാണ്. മഹ്റജ് അത്രേ സൗണ്ട് പുറത്തേക്ക് വിടുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള ലാം റ എന്ന് പറഞ്ഞാല് മഹ്റജ് അല്ല വേറെ വഴിയിലൂടെയാണ് അതിന്റെ സൗണ്ടുകൾ പുറത്തു പോകുന്നത്. അപ്പൊ ഇതാണ് 3 രീതി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോ ലാമെല്ലാം പറയുമ്പോ കണ്ടാ നമ്മൾ വിചാരിക്കും സൗണ്ട് പോകുന്നുണ്ടല്ലോ, പിന്നെ ഇതെന്താ ഭാഗികമായിട്ടെല്ലാം പോകുന്നെന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിച്ചേ? നമുക്കറിയാം, അതിനാൽ ഹഫ ഉയർന്നിട്ട്, അതായത് മേലയിലുള്ള അണ്ണാക്കിലുള്ള 8 പല്ലിന്റെ ആ മോളാർ ഏരിയയിൽ മുഖദ്ദമുൽ ഹനക്കിൽ കൊണ്ടുപോയിട്ട് ടച്ച് ചെയ്തേരം സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇവിടുന്ന് വന്ന സൗണ്ട് ഇവിടെ എത്തി. പക്ഷേ ഇവിടെ സൗണ്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ സൗണ്ട് ബ്ലോക്ക് ആയെങ്കിലും നമ്മൾ ലാമ് പറയുന്ന സമയം ഇവിടെ ഓപ്പൺ ആണ്. നാവിന്റെ 2 വശങ്ങളിലും ഓപ്പൺ സംഭവിച്ചിട്ടുണ്ട്. അത് അന്നേരം തന്നെ സംഭവിക്കും. നമ്മളിവിടെ ടച്ച് ചെയ്യുന്ന സമയം സൗണ്ട് ആദ്യം ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇവിടെ വന്ന സൗണ്ട് എന്ത് ചെയ്യും? ഉടനടി തിരിച്ചിട്ട് ഇതിലൂടെ പുറത്തേക്ക് വരും. അതായത് ഇവിടെ പോകാൻ പറ്റൂലോ, ഒറിജിനൽ മഹ്റജിലൂടെ പുറത്തേക്ക് പോകാൻ പറ്റൂല. ഈ ഓപ്പൺ ചൂട്ടിയാണ്, സൈഡിലുള്ള വശങ്ങളിലുള്ള ഈ ഓപ്പൺ ചൂട്ടിയാണ് ഈ സൗണ്ട് പുറത്തേക്ക് പോകുന്നത്. എന്നാൽ ഇവിടെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഈ സൈഡിലൂടെ സൗണ്ട് പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്, ഇതിലൂടെ സൗണ്ട് പോകുന്നില്ല. അപ്പൊ എന്ത് പറഞ്ഞാലും നമ്മളിപ്പോ ഇതിലൂടെ മഹ്റജിലൂടെ പോകുന്ന ആ ഒരു സ്ട്രോങ് എന്തായാലും ഇത്, കാരണം തിരിച്ചു വന്നിട്ട് ഈ വഴിയിലൂടെയാണല്ലോ പോകുന്നത്, ആ ഒരു ശക്തി എന്തായാലും ഉണ്ടാവില്ല. ഭാഗികമായിട്ടാണ് സൗണ്ട് പുറത്ത് പോകുന്നത്. ആ ഒരു കംപ്ലീറ്റ് ഫ്ലോ ഇല്ല. ഈ ഒരു സിഫന്റെ പേരാണ് ഇൻഹിറാഫ്. ഓക്കെ, അതായത് ഈ മഹ്റജിലൂടെ അല്ല പോയിട്ടുള്ളത്, വേറെ ഒരു വഴിയിലൂടെ അവർ ഉടനടി വേറെ വഴിയിലൂടെ പുറത്തു വന്ന്, ഇതാണ് ഇൻഹിറാഫ്. അതായത് നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഈ സൗണ്ട് ഇവിടെ വന്നിട്ട് ബ്ലോക്കായി, അപ്പൊ ഇവിടെ ശിദ്ധ സംഭവിച്ചു. ഓക്കെ, പിന്നീട് ആ സൗണ്ട് തിരിച്ചിട്ട് ഈ ഓപ്പണിലൂടെ പുറത്തു പോകുമ്പോൾ ഇവിടെ തവസ്സുത്ത്, അതായത് ഈ ഇൻഹിറാഫാണ് ഈ തവസ്സുത്തിന് കാരണം. അപ്പൊ ലാമിന്റെ തവസ്സുത്തിന് ആരാണ് കാരണം? ഇൻഹിറാഫ്. ഈ ഇൻഹിറാഫ് എന്ന് പറഞ്ഞ സിഫയാണ് ലാമിനെ തവസ്സുത്താക്കിയത്. മനസ്സിലായ? സൗണ്ട് വന്ന് ബ്ലോക്കായി, സൗണ്ടിന് വേറെ വഴിയുണ്ട്, അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല. അവര് നേരെ തന്നെ ബാക്കോട്ടേക്ക് വന്നിട്ട് ഇതിലോട്ട് അങ്ങ് പുറത്തേക്ക് പോയി. അപ്പൊ ഇൻഹിറാഫ് സംഭവിച്ചു. ഈ ഇൻഹിറാഫാണ് ലാമിന്റെ തവസ്സത്തിന് കാരണം. ഓക്കെ, അതാണ് ലാമിന്റെ കാര്യം. ഇനി നെക്സ്റ്റ് ഇതാണ്. അതാ ലാമ് മഹ്റജ് ഇവിടെ വെച്ചിട്ടുണ്ട്, നാവ് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇതൊക്കെ ലാമിന്റെ മഹ്റജ് കാണിച്ചതാണ്. അപ്പൊ ലാമിന്റെ തവസ്സത്തിന് കാരണം അതാണ്, അതിന് ഇൻഹിറാഫാണ്. മീമാണ് ചിത്രമൂർത്തി. ഇനി നമുക്ക് ന്യൂന് നോക്കാം. ന്യൂനിന് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം ന്യൂന് നമ്മൾ ചിന്തിക്കുമല്ലോ, സൗണ്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ ന്യൂനിൻ്റെത് എന്താണ് സംഭവം? നമുക്കറിയാം ന്യൂനിന്റെ മഖ്റജ് ആദ്യം നോക്കി നമ്മൾ. തൊറഫുൽ ലിസാൻ ഈ അപ്പർ റൂഫിൽ ലാമിന്റെ തൊട്ട് മുന്നിലാണ് കേട്ടാ. ലാമ് കുറച്ച് ബാക്കോട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നാവിന്റെ ഇവിടെ നമുക്ക് ഓപ്പൺ കിട്ടിയത്. മുന്നോട്ടേക്ക് പോകുന്നതിന് ഓപ്പൺ ഇല്ലാണ്ടാവും. അപ്പൊ ന്യൂനിന് ആ ഓപ്പൺ കിട്ടിയിട്ടില്ല. കാരണം എന്തുകൊണ്ട്? നാവിന്റെ ഏരിയ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മളിപ്പോ പറയുന്ന സമയം ഇവിടെ ഒന്നും വേറെ എവിടെയും ഗ്യാപ്പ് ഒന്നും ഇല്ല. നാവ് മുന്നോട്ടേക്ക് നീട്ടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മഹ്റജ് നമ്മൾ നീട്ടി പിടിക്കുന്നുണ്ടല്ലോ, അതിന്റെ പ്രത്യേകത കൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഒരു ചെറുനാവ് ഉണ്ടല്ലോ നമ്മൾ കാണുന്നേ, ഈ ഒരു ചെറുനാവ് എന്താവും? ഇങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് വരും. അപ്പൊ ഇവിടെ ഒരു ഓപ്പൺ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കാണുന്നുണ്ട് സൗണ്ട് ഇവിടെ വന്ന് ബ്ലോക്കായി ശിദ്ധ സംഭവിച്ചു. ഓക്കെ, ശിദ്ധ സംഭവിച്ച സമയം പിന്നെ വേറൊരു സൗണ്ടാണ് കേട്ടോ, അല്ലാണ്ട് ഈ സൗണ്ട് മടങ്ങി വരുന്നതല്ല. ഇൻഹിറാഫ് ഇവിടെ നടക്കൂല. ഇവിടെ ബ്ലോക്ക് ആയിട്ട് തന്നെ ഈ സൗണ്ട് ഉണ്ട്. മറ്റൊരു സൗണ്ട് എന്ത് ചെയ്യും? ഈ ഒരു തുറന്ന വഴിയുണ്ടല്ലോ, ഈ വഴിയിലൂടെ മൂക്കിലൂടെ പുറത്തേക്ക് പോകും. ഇവിടെയാണ് കുഞ്ഞ സംഭവിക്കുന്നത്. ഇവിടെ എന്ത് സംഭവിച്ച്? ശിദ്ധ സംഭവിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിലൂടെ ഒരു സൗണ്ട് പുറത്തേക്ക് പോയാലും ഈ കുഞ്ഞയിലൂടെ എന്ത് സംഭവിച്ച്? ഇവിടെ തവസ്സു സംഭവിച്ച്. ഈ കുഞ്ഞാണ് ഇവിടെ തവസ്സത്തിന് കാരണം. അപ്പം വേറൊരു സൗണ്ട് ഈ ഹൈഷൂമിലൂടെ ഒക്കെ പുറത്തേക്ക് പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താണ്?
ഇവിടെ ഇൻഹിറാഫ് എല്ലാം സംഭവിച്ചതെന്നാണ്. കാരണം എന്തുകൊണ്ട്? വേറെ ഒരു മറ്റൊരു വഴി ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ സൗണ്ട് വോക്കൽ കോഡിൽ നിന്ന് വേറെ തന്നെ സൗണ്ട് ഈ ഹൈഷൂമിലൂടെ വേറെ തന്നെ പുറത്തേക്ക് പോയി. ഇതും ഒരു പാർഷ്യൽ ഫ്ലോ തന്നെയാണ്. പക്ഷേ ഒരു പാട്ട് വായിലും മറ്റൊരു പാട്ട് എന്താണ് ഈ ഗുന്നയിലും ഹൈഷൂമിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ ഷിദ്ദയും റഹാവിയും ഈക്വൽ ആയിട്ടാണ് പണിയെടുത്തിട്ടുള്ളത്. അതായത് ഒരു വിഭാഗം സൗണ്ട് ഇവിടെ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട്, ഈ ബ്ലോക്കായ സൗണ്ട് ഇവിടെ തന്നെ ഉണ്ട്, പക്ഷെ ഇവിടെ പോയത് വേറെ ഒരു സൗണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇൻഹിറാഫ് നടന്നെന്ന് പറയാൻ പറ്റൂല. പകരം ഇവിടെ തവസത്തിന് കാരണം എന്താണ്? ഗുന്നയാണ്. കാരണം ഈക്വൽ പാട്ട് തന്നെയാണ് രണ്ടും. ഓക്കെ, ഈ ഗുന്നയാണ് ഇതിന്റെ തവസത്തിന് കാരണം. പിന്നെന്ന് വെച്ചാൽ ഗുന്നക്കാണെങ്കിൽ ഗുന്നന്റെ പ്രത്യേകത, ഇത് നാവിയുടെ ഒരു പണിയും എടുക്കുന്നില്ല, നാവിന് ആവശ്യമില്ല. ഈ ഗുന്നക്ക് നാവിന്റെ ആവശ്യമില്ല, കാരണം ഇത് വേറെ തന്നെ മഹ്റജാണ്. അതുകൊണ്ടാണ് പിന്നെ ഇത് പണ്ഡിതന്മാർക്കിടെ ഒരു അഭിപ്രായം ഉണ്ട് എന്നാണ് ഈ ഗുന്നനെ സംബന്ധിച്ചിട്ട്. ഇത് ഒരു പിന്നെ അക്ഷരോ അതോ സിഫിയോ എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം വന്നത്. കാരണം ഇവിടെ നാവിനൊരു റോളും ഇല്ല. ഓക്കെ, അപ്പം അതാണ് ന്യൂനിന്റെ കഥ. മനസ്സിലായില്ലേ? അതായത് മഹ്റജ് ബ്ലോക്ക് ആയിട്ടുണ്ട്, ഷിദ്ദ സംഭവിച്ചിട്ടുണ്ട്, വേറൊരു സൗണ്ട് ഇവിടെ ഒരു ഓപ്പൺ ഉള്ളത് കൊണ്ട് തന്നെ വേറൊരു സൗണ്ട് ഹൈഷൂമിലൂടെ പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ എന്തായി? സൗണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്, തവസത്ത് സംഭവിച്ചിട്ടുണ്ട്. ഈ ഗുന്നയാണ് ന്യൂനിന്റെ തവസത്തിന് കാരണം. അന്ന് പറയുമ്പോൾ നമുക്ക് സൗണ്ട് വരുന്നത് എങ്ങനെയാണ്? പാർഷ്യൽ ഫ്ലോ തന്നെയാണ്. അതായത് ഇവിടെ ഉള്ള സൗണ്ട് പുറത്തേക്ക് വന്നിട്ടില്ല. അതാണ് ന്യൂൻ. ഓക്കെ, 10 മണിയായ 9 മണിയായ. ഓക്കെ, ഇനി ഐനിന്റെ തവസത്തിന് കാരണം നമുക്ക് നോക്കാം. ഐനിന്റെ തവസത്തിന് കാരണം എന്താണ്? നമുക്കറിയാം ഐനിന്റെ മഹ്റജ് ആദ്യം നമുക്ക് നോക്കാം. ഈ ഒരു പിന്നെ വസത്തുൽ ലിസാനിലെ എപ്പിഗ്ലോട്ടിസ് തൊണ്ടയുമായിട്ട് ചേരുമ്പോഴാണ്, തൊണ്ടിന്റെ വാളുമായിട്ട് ചേരുമ്പോഴാണ് ഐന് ഉണ്ടാകുന്നത് അല്ലെ? പുഷ് ചെയ്യുന്ന സമയത്താണ് ഐന് സംഭവിക്കുക. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് വളരെ ചെറിയൊരു ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിലൂടെയാണ് സൗണ്ട് ഞെരിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പം ഈ മഹ്റജിൽ ഉണ്ടായ സൗണ്ടിന്റെ വളരെ നമുക്കിപ്പോ ഐനിന്റെ പ്രയോഗം മനസ്സിലാവും. നമുക്ക് എന്ന് പറയുന്ന സമയം നമുക്ക് കുറെ സമയത്തേക്കൊന്നും ഇതിനെ പിടിച്ചു വെക്കാൻ കഴിയൂല. എപ്പിഗ്ലോട്ടിസിനെ നമ്മളെ കൺട്രോളിലല്ല, അതന്നേരം പഴയ രൂപത്തിലേക്ക് തന്നാലെ പോയിക്കോളും. അപ്പം ഈ ഐനിന്റെ മഹ്റജാണ് ഇതിനെ തവസത്താക്കിയത്. നമുക്ക് കുറെ സൗണ്ട് ഉണ്ടാക്കിയ സൗണ്ടിനെ മൊത്തം പുറത്തേക്ക് വിടാൻ പറ്റുന്നില്ലല്ലോ. എന്നിട്ട് കുറെ സമയം വിടുന്നുണ്ടായില്ല. മൂൻ. അപ്പൊ ഇവിടെ എന്താണ്? ഈ മഹ്റജാണ് ഇവിടുത്തെ തവസത്തിന് കാരണം. അപ്പൊ ഐനിന്റെ തവസത്തിന് ആരാ കാരണം? ഐനിന്റെ മഹ്റജ്. ഈസിയാണിത്, മനസ്സിലായില്ലേ? മീമിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീമിന്റെ മഹ്റജിന് കാരണം ഇത് മഹ്റജ് ബ്ലോക്ക് ആയിട്ടുണ്ട്, ബ്ലോക്ക് ആയിട്ടുണ്ട്. വന്ന സൗണ്ട് ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ട് നിന്ന്. അപ്പൊ നേരത്തെ ഈ മഹ്റജ് ഇങ്ങനെ ഈ നമ്മളിപ്പോ ഈ മഹ്റജിന് കൊടുക്കുന്ന ഈ ശക്തിയാണ് ഇത് ഇങ്ങോട്ടേക്ക് നീങ്ങാനുള്ള കാരണം. ബാക്കി ഒരു അക്ഷരത്തിന് നമ്മൾ ഇതിവിടെ ഒട്ടിപ്പിടിച്ചിട്ടാ കാണാം. ഇത് മാത്രമാണ്, ന്യൂനിനും മീമിനും മാത്രമാണ് ഇത് ഇങ്ങോട്ടേക്കായിട്ട് നമ്മൾ കാണുക കേട്ടാ. അപ്പൊ നമ്മൾ എന്തായി? ഈ ചെറുനാവ് ഇത് ഇങ്ങോട്ടേക്ക് നീങ്ങി. അപ്പം നമ്മൾ പിന്നെ ഈ വോക്കൽ കൊടുന്നുണ്ടായ സൗണ്ട് കണ്ട, ഇതാണ് ചിഹ്നം ഇങ്ങനെ കാണിക്കുന്നത്. ഒരു സൗണ്ട് ഇങ്ങനെയും പോകുന്നുണ്ട്, ഒരു സൗണ്ട് ഇങ്ങനെയും പോകുന്നുണ്ട്, പോയി ഇവിടെ ഇതിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ്? ഈക്വൽ രണ്ടാളും ഒരേ പണികളാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഹൈഷൂമിൽ സംഭവിച്ച ഗുന്നയാണ് മീമിന്റെ തവസത്തിന് കാരണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളെ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട സിഫ. മനസ്സിലായെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ? റഹാവന്റെ ചിത്രം ഞാൻ വെച്ചതായി. ഇപ്പൊ നമ്മളിപ്പോ ബാക്കി എല്ലാ അക്ഷരങ്ങളും അറിയുമ്പോൾ കണ്ട ഇതിങ്ങനെ ഇങ്ങോട്ടല്ല ഉള്ളത്. മറ്റേ ന്യൂനിനും മീമിനും മാത്രം ഇത് ഇങ്ങോട്ടേക്ക് നീങ്ങി വരാൻ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ? മനസ്സിലായ എന്താ ഷിദ്ദയിൽ വന്ന കാറ്റഗറീസ്, അക്ഷരങ്ങളെ കാറ്റഗറീസ് എന്തൊക്കെയാണ്? മഹ്മൂസിലതും മജൂഹുറിനതും ഉണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ പിന്നെയും കണക്ട് ചെയ്ത് പഠിക്കും. കാരണം ഇതൊക്കെ വെച്ചിട്ടാണ് ഒരക്ഷരത്തിന്റെ ശക്തിയും നെഗറ്റീവും, അതായത് ശക്തി ഉള്ളതും പ്ലസും മൈനസും നമ്മൾ മനസ്സിലാക്കുക. കാഫിനും താക്കും ഇവിടെ ഒരു മൈനസ് സംഭവിച്ച്, ഇവർക്ക് രണ്ടും എന്താണ്? ശക്തിയുള്ള സിഫയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതേസമയം ലിനോമറിലെ ലെറ്റേഴ്സിന് മോഡറേറ്റ് ആയിട്ടുള്ള സിഫയും വന്ന് നമ്മൾ മനസ്സിലാക്കി. ഡൗട്ടൊന്നും ഇല്ലാലോ? ക്ലാസ് ക്ലോസ് ചെയ്യട്ടെ. അൽഹംദുലില്ലാ, ജസാക്കല്ലാഹു ഖൈർ.